സാറേ, ഈ കോബ്രകൾ ശരിക്കും ബ്രദേഴ്സ് തന്നെയാണോ? ആണെന്നാണ് അവർ പറയുന്നത്, ഇരട്ടകൾ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു തട്ടിയിൽ വേവില്ലല്ലോ. സാറേ, ഈ കോബ്രകൾ കല്യാണം കഴിച്ചാണോ? കോബ്രകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണം. വൺസ് അപ്പോൺ എ ടൈം. കഥ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ? എടാ സോടെ, നിനക്ക് സിമ്പിൾ എടുക്കാൻ അറിയാമോ? പിന്നെ ഈ കോബ്രകൾക്ക് തങ്ങൾക്ക് വരാൻ പോകുന്ന ഭാര്യമാരെ കുറിച്ച് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല സ്ത്രീധനം തരാത്തവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അതീവ സുന്ദരികളല്ലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. പല്ലുന്തിയവളായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒറ്റ കാര്യത്തിൽ. എന്താ അത്? പെൺകുട്ടികൾ സഹോദരിമാരായിരിക്കണമെന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ സിസ്റ്റേഴ്സ്. അതെന്തിനാ? കോബ്ര എന്ന പേരിന് ആക്കവും ഊക്കവും തൂക്കവും കൂട്ടാൻ. എന്താ മനസ്സിലായില്ലല്ലേ? ഇല്ല. രണ്ട് സഹോദരിമാരെ വിവാഹം കഴിച്ചാൽ പിന്നെ കോബ്രകൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്താ? കോബ്രേഴ്സ്. കോബ്രേഴ്സ് അല്ല, കോബ്രദേഴ്സ്. സിമ്പിൾ ആൻഡ് സിമ്പിൾ. താങ്ക് യു. അതെ, കോബ്ര എന്ന പേരിന് വീണ്ടും ഒരു അടിത്തറ കൂടി. അതാണ് കോബ്രാസ്. അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ ആ കോബ്ര എന്ന പേരിനെ. സത്യം, പല്ല് ചലിച്ചു. അത് ഞാനാ. ഓ, പട്ടിയാണല്ലേ ചലിച്ചത്, വൃത്തികെട്ടവൻ. എന്നിട്ട് കോബ്രകൾക്ക് സഹോദരിമാരെ കിട്ടിയോ? പല പ്രാവശ്യം കിട്ടി, സെവറൽ ടൈംസ് കിട്ടി. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മലയാളികളെ ചുറ്റും കോബ്രകളെ കുറിച്ച് ഇല്ലാത്ത മുഴുവൻ പറഞ്ഞു വരുത്തും. അവർ കുഴപ്പക്കാരാണ്, ഇടിക്കാരാണ്, കച്ചറകളാണെന്നൊക്കെ. അങ്ങനെ വരുന്ന ആലോചന മുഴുവൻ മുടങ്ങും. ഇപ്പൊ ഒടുക്കം ഒരു ആലോചന വന്നു. എല്ലാം തികഞ്ഞ, എല്ലാം ഒത്തിണങ്ങിയ രണ്ട് സഹോദരിമാർ. ഇതെങ്കിലും അലസിപ്പോകരുതെന്ന് കരുതി, ഒരു പഴുതുപോലും വരരുതെന്ന് കരുതി, പള്ളിയിൽ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കോബ്രകൾ അവരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാം സേഫായ ആ ദിനം വന്നണഞ്ഞു. കോബ്രകൾ വിവാഹിതരാകുന്ന, കോബ്രകൾ വീണ്ടും കോബ്രകളാകുന്ന ആ മനോഹര സുദിനം വന്നണഞ്ഞു. അന്നവർ കോതമംഗലം പ്രദേശത്താണ്. കോതമംഗലം സെയിന്റ് നിക്കോളാസ് ചർച്ച്. ബ്രദറെ, നമ്മുടെ സൈഡില് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. നമുക്കെന്തിനാ ബ്രദറെ ബന്ധുക്കള്? എന്റെ ബന്ധു ബ്രദർ, ബ്രദറിന്റെ ബന്ധു ഞാൻ, നഞ്ചെന്തിന് നാനാഴി. അത് മതിയല്ലേ? പിന്നെ വാ. ബ്രദറെ, ഈ പൂവരയില് മാത്രമേ ഉള്ളൂ പഞ്ചാബി മേളൊന്നുമില്ലേ? പഞ്ചാബി മേളേ ചെണ്ടയൊക്കെ ആയിട്ട്. ഓ, പഞ്ചാര വേണം. ആ, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ബ്രദറെ ഈ ടി വി കാണുമ്പോൾ ഒരു എടുപ്പുണ്ടാവുള്ളൂ. വഴിയുണ്ടാക്കാം. എന്താ സാർ, താനിത് സ്ലോ മോഷനിലാണോ എടുത്തത്? അല്ല, അതൊക്കെ വേണോ സാർ? വേണോടോ, എന്നാലല്ലേ ഒരു കോളേജ് ലൈഫ് ഉള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം ചെയ്യും, രണ്ടാമത് എടുക്ക. ഇനി എടുത്തോ, സ്ലോ മോഷൻ മതി. അഭിനന്ദേ, എടുക്കുമ്പോ സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കണമെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡ് ആകണം. അതേ ഇപ്പോഴത്തെ ഫാഷൻ. അതൊക്കെ പിന്നെ ചെയ്തോളാന്നേ. സാറുമാരെ നടന്നേ. എടുത്തോ. ബ്രദറേ, ബ്രദറിന്റെ റോസി ഡ്രസ്സൊക്കെ ഇട്ടപ്പോ കൊള്ളാട്ടോ. അല്ല, ബ്രദറിന്റെ പെണ്ണെവിടെ? ബ്രദർ കിട്ടാൻ പോകുന്ന ഗ്രേസി എവിടെ? അയ്യോ, അതെ, ബ്രദർ കിട്ടാൻ പോകുന്ന ഗ്രേസി എവിടെ? അതാണ് പറയാൻ പോണത്. രണ്ട് വധൂസ്കൾ കൂടി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വധൂസ്, നവവധൂസ്. ഈ വധൂസ് അപ്പന്റെ അമ്മയുടെയും കൂടെ ഒരു കാറില്, മറ്റേ വധൂസ് കൂട്ടുകാരികളൂടെ വേറെ കാറിൽ. എന്നിട്ടൊന്നുമില്ല, ഒരു വധൂസിന്റെ വണ്ടി മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റേ വധൂസ് എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ബാലൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. എന്തൊരു കഷ്ടമായത്. ബ്രദർ ടെൻഷൻ അടിക്കണ്ട, സിസ്റ്റർ വല്ല ട്യൂഷനും പോയതായിരിക്കും. പിന്നെ ട്യൂഷൻ പോകാൻ മാത്തമാറ്റിക്സ് പരീക്ഷ. വെയിറ്റ്, ഇപ്പൊ വരും. എന്ത് വെയിറ്റ് ചെയ്യാൻ? ഇത്ര കാലം വെയിറ്റ് ചെയ്തു. ബ്രദറെ, പ്രായം കൊണ്ടേ പോകുന്നത്. യെസ്, ടൈം ഈസ് ഗോൺ അവേ. സാറേ, എന്താണ്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താണ്? ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം. എന്താ ഉണ്ടായെന്ന് പറ. അതെ, ആ കൊച്ചിന് ആരോ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു പോലും. ചോദിക്കട്ടെ, എന്താടാ ഇത്? എന്നതല്ല, ഞാനുമായിട്ടല്ല പ്രേമം, വേറെ ആരോട്ടല്ലേ. അവരൊന്നിച്ചു മുങ്ങിയതാ. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഊഹിക്കുന്നുടാ പട്ടി. അടങ്ങ്. അതെ, അവൻ പറഞ്ഞതിന് കാര്യമുണ്ട്. എനിക്ക് നേരത്തെ തോന്നിയാണ്, അടി മേടിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി അടി കഴിഞ്ഞ സ്ഥിതിക്ക് പറയാം.
അത് തന്നെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ബ്രദറെ, ഛെ, എന്താ ബ്രദറെ ഇത്? ഏ? എങ്ങോട്ടേ കേറി പോണത്? പിന്നെ ഞാനിവിടെ ഇരിക്കും. ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല. നമുക്ക് വേറെ പെണ്ണെ കിട്ടും. കിട്ടും ബ്രദറെ, കിട്ടും. എപ്പെന്ന് ചോദിച്ചാ കിട്ടും ബ്രദറെ, വിഷമിക്കാതെ. ഓട്ട ബ്രദറെ, പോകാൻ തന്നെ എവിടം വരെ പോകാന്? അത് ശരിയാ. സാറേ ഒന്ന് ചിരിച്ചേ. ഇതെന്ത് ചിരിയാണ്? എന്നാ പിന്നെ സാറൊന്ന് ചിരിച്ചേ. ഓടാ പന്നി. എന്തിത്? നിങ്ങൾ അങ്ങോട്ട് ചെന്നേ, ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ്. അതെ, ഇനി ആ കൊച്ചിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു കല്യാണങ്ങൾ നടക്കട്ടെന്ന് എല്ലാരും പറയുന്നത്. വേഗം വേണം, അച്ഛനും ശവടക്കിന് പോകണോ? വേണ്ട. അത് വേണ്ടെന്ന് പറഞ്ഞ് ശവടക്കിൽ ശവത്തിൽ കയറല്ലേ? അതല്ലടാ ശവമേ. അതെ, ഒരു അറിയിപ്പുണ്ട്. ഈ കല്യാണം ക്യാൻസൽ. അങ്ങനെ ഒരാളുടെ കല്യാണം മാത്രമായിട്ട് ഇവിടെ ആരും ഉണ്ടാക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിവാഹം ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാ. ഇതിപ്പോ ഒന്ന് മുടങ്ങിയ സ്ഥിതിക്ക് രണ്ടും വേണ്ട. ദാറ്റ്സ് ഓൾ. സാറേ, ഇത് ഒരു കുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണ്. വേണ്ട, അങ്ങനെ ആരുടെയും ഭൂതവും ഭാവിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്റെ ബ്രദറാ വലുത്. അത് കഴിഞ്ഞുള്ളൂ എന്തും. അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എടുത്തി ആടിയോ എടുക്കാണ്ടി ആടിയോ കാരണം മിണ്ടാണ്ടിരുന്നത്. ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഇത് ബ്രദറിന്റെ തീരുമാനമാണ്. ദാറ്റ്സ് ഓൾ. എന്താ ബ്രദറെ? ബ്രദറെ, എന്താ ദാറ്റ്സ് ഓൾ അല്ലേ? ദാറ്റ്സ് ഓൾ. എന്നാ വാ. മറ്റേ വധുസത്യല്ല, ഇതെവിടെയായിരുന്നു? ക്ഷമിക്കണം, കൊച്ച് അവളൊരു പഴയ ടീച്ചറെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ. പെട്ടെന്ന് ടീച്ചർക്ക് അങ്ങ് അസുഖം കൂടുതലായി. ഉടനെ തന്നെ കാറെടുത്ത് ടീച്ചർ ഹോസ്പിറ്റലാക്കിച്ചു വരുവാ. അയ്യോടാ, ഓ, പേടിപ്പിച്ചു കളഞ്ഞു. ഇനി ഏതായാലും സമയം കളയണ്ട. അതെ, അച്ഛന് ശവടക്കിന് പോകണേ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആര് ശവോ? ശവം വെയിറ്റ് ചെയ്തോളും. അതല്ലടാ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ആരായാലും ഇങ്ങനെയൊക്കെയാ പറയും. നിങ്ങൾ വാ. എന്നാ ശരി. സ്റ്റോപ്പ് പ്ലീസ്, സ്റ്റോപ്പ് പ്ലീസ്. ഓ, വെർ ഇസ് ദ ബ്രേക്ക്? എന്താ ബ്രദർ? ഒരു ചായ കുടിച്ചാലോ? ഓക്കെ. അച്ഛൻ 2 സ്ട്രോങ് ടീ, അതിലൊന്ന് ലൈറ്റ്. ആ ലൈറ്റ് അത്ര അങ്ങോട്ട് ലൈറ്റ് ആക്കണ്ട, കുറച്ച് കിടപ്പം കുറഞ്ഞോട്ടെ. യാ. സ്ട്രോങ് ആയിട്ട് ലൈറ്റ്, ലൈറ്റ് ആയിട്ട് സ്ട്രോങ്. ചേട്ടാ, ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഒരു എത്ര കിലോമീറ്റർ വരും? കാറിലോ ബസ്സിലോ? ജീപ്പില്. ജീപ്പിലാണെങ്കിൽ 50 കിലോമീറ്ററോളം വരും. ഓഹോ, കാറിലാണെങ്കിലോ? കൂടും, 60ഓളം വരും. ഓ, ജീപ്പിന് വന്നത് നന്നായി അല്ലേ ബ്രദറെ? യാ. പോലെ 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 പോലെ. ഏയ്, പോലെ വണ്ടി വിടല്ലേ ബ്രദറെ. എങ്ങോട്ടാ? ഏയ്, നിർത്ത്. ഏയ്, നിർത്താൻ. ഏയ്, വണ്ടി നിർത്താൻ. ഏയ്, വണ്ടി നിർത്ത്. എന്താ ഇങ്ങോട്ട് മാറാൻ വേണ്ടി. അതന്നെടാ. അതെ, എന്താടോ? ഏയ്, ആള് മാറിപ്പോയി. താൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. ഇയാൾക്കെന്താ പ്രാന്താണോ? അയ്യേ, സോറി. വെറുതെ മനുഷ്യനെ കിടത്താൻ. എന്താ ബ്രദറെ പ്രശ്നം? അത് വേറൊരാളാണെന്ന് കരുതി. ഇത്രയും കാലമായിട്ടും ബ്രദറിന് ഇത് മതിയായില്ലേ? ബ്രദറിന് വേറെ പണിയൊന്നുമില്ലേ? ബ്രദർ പോ. എത്ര മാഷെ? 10 രൂപ. ബ്രദർ എങ്ങോട്ടാ?
ചായയുടെ കാശ് കൊടുക്കാൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം കാശ്. എന്നാലേ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാൻ കൊടുത്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, അപമാനത്തിന്റെ അല്ല, അഭിമാനത്തിന്റെ. അത് പറയണ്ട. ഞങ്ങള് ബ്രദേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെടണ്ട കേട്ടോ. എന്താ ബ്രദറിന് കാശ് കൊടുക്കണോ? ബ്രദറിന്റെ വാശിയല്ലേ, കൊടുത്തു. ബ്രദറിന് വിഷമായോ? ദാ, 10 രൂപയെ എന്നല്ലേ താൻ പറഞ്ഞത്? അത് ചായയുടെ. ഈ കട തല്ലി പൊളിച്ചതിന്റെ കാശാണ് തരും. അതെത്രയാ? അത് 3500. അത് ബ്രദർ തരും. ഞാനാ എന്തിന്? ബ്രദറിലെ പ്രശ്നം തുടങ്ങി. ബ്രദറിലെ പ്രശ്നം മനസ്സിലാക്കിയത് ഞാനും കൊടുക്കൊന്നുമില്ല. കൊടുക്കും. പക്ഷെ അടുത്ത പ്രശ്നത്തിന് ബ്രദർ കൊടുത്തോളാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലടോ. അയ്യോ പിന്നെ അതാ കറക്റ്റ്. 1 2 3 4. കൊള്ളാം. കാലക്കൻ അഗ്രികൾച്ചർ വർക്ക് എന്ന് വെച്ചാ വാസ്തുഹാര. എന്ത്? ആശാരിപ്പണി ബ്രദറെ. ഓ, ഒരു 4 കോടി രൂപ കണ്ണും പൂട്ടി കൊടുക്കല്ലേ ബ്രദറെ? കണ്ണും പൂട്ടി കൊടുത്താൽ കണക്ക് തെറ്റും ബ്രദറെ. അതല്ല ബ്രദറെ, 4 കോടി രൂപ കൊടുക്കാവോ? 5 കോടി കൊടുത്താലും നഷ്ടമാ. നഷ്ടോ? ഓണർക്ക്. ബ്രദറെ, നല്ല കടും ചുമലിച്ച പെയിന്റ് അടിച്ച് എങ്ങനെ ഉണ്ടാവും? തീരെ സിമ്പിൾ ആയി പോകും. ഓ, എങ്കിൽ ജനൽ പാളിസിലൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ചാലോ? ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വലിയ തറവാടികളാ. അതൊന്നും സാരമില്ല, നിവർത്തിയേട് കൊണ്ട് കൊടുക്കുന്നതാ. ഈ നിവർത്തികേടും കഷ്ടപ്പാടൊക്കെ ലോകത്തുണ്ടാവണമെന്നേ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോ സകല നിന്റെ കയ്യിലും കാശും കാറും. അത് തന്നെ ശരിയല്ലേ ബ്രദറെ? യെസ്, ഗ്ലോബൽ റെസിഷൻ. എന്തുകൊണ്ട്? സമതല തന്തുലിതാവസ്ഥ. ജോൺ സാറേ അവര് വന്നു. വരൂ. ആരാ അത്? ജോൺ സാമുൽ സാറാ, ഹൗസ് ഓണർഷിപ്പാ. എന്നുവെച്ചാ മുങ്ങാറായി ഈ വീടിന്റെ കപ്പിത്താനാ. ഓ, മുങ്ങിക്കപ്പൽ. ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് ഇത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ മലയാള സിനിമ ജനിച്ചു വീണ നാൾ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര്. അതെ, അത് ബാലൻ. കറക്റ്റ്. നികൃഷ്ടൻ തന്നെ. ഡൈനി ബ്രദറെ, എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ, യൂസ്ഡ് ആണല്ലേ. താൻ കൊണ്ട് ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ലാതെ അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ദേ, ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് തൂക്കിച്ചത്. ഓ, ഡെഡ് എൻഡ്. ടോയ്ലറ്റ് എവിടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു. മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഓ, ഞാൻ കൊന്ന് കെട്ടിത്തൂക്കിയതാ. പ്രേതശല്യമുണ്ട്. എന്തൊക്കെ കഥകളാ. ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം. അത് ഈ പ്രേതമെന്ന് പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കമുണ്ടെങ്കിലും ഓക്കെ. സ്ഥലം തീരെ അങ്ങോട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാച്ചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത് വേണം. അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം ഒരു 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൻ ബരേഗാ ക്രോർപതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല. കണ്ടില്ലേ? എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ ഒരു 6 മാസം. അത്രയും കാലത്തെ അവരുടെ പിന്നെ ചേട്ടൻ അതും കൊണ്ട് അങ്ങനെ നിർത്തണ്ട. മക്കളുടെ പഠിത്തം തീരുന്നവരെ ചേട്ടന് വരാൻ പോണ വാദത്തിന്റെ ചികിത്സയുടെ ചെലവും ഇവിടെ പറമ്പിൽ കൂർക്ക് പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ? ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത തുന്തിലിതാവസ്ഥ? അതാ ബ്രദർ. ഒരു കാര്യം ചെയ്യും,
ചേട്ടന് ഒരു 2.5 രൂപ വാങ്ങി തരാം. അയ്യ ബ്രദർ എന്തിന്? ഓട്ടെ ബ്രദറെ, ആവല്ലേ, ആലോചിച്ച് തീരുമാനിക്കും. അങ്കിൾ ആലോചിക്കട്ടെ. എന്താ പാക്ക് ചെയ്യായിരിക്കും? നടക്കുന്ന കച്ചവടമാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്നിട്ട് അയാളുടെ ഒടുക്കത്തെ വിലയും കൊട്ടക്കണക്കിന് ബാധ്യത. പോട്ടെ സാറേ, അങ്ങനെ 2 മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാനാ. അയാള് പഠിപ്പിച്ചോട്ടെ, ഒരു എതിരുമില്ല. അതിന് ഞങ്ങളെന്തിനു സഹിക്കണം? ഞങ്ങൾക്കൊരു മൂലക്കുരു വന്ന ഇയാളെ കോപ്പന്മാര് ഡോക്ടർ മക്കള് അവന്മാര് ഫ്രീ ആയിട്ട് ഞങ്ങളെ നോക്കൂ. അസിസ്റ്റന്റ് അവന്മാര് നോക്കില്ല, പക്ഷേ അവളുമാര് നോക്കും. അവളുമാര്? അതാര്? അവളുമാരെന്ന് വെച്ച കണ്ണി കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളി പോകുന്ന ദിവളുമാര്. കാണൂ, കണ്ണു തള്ളു. ആരായത്? ആരായത്? ആരാടത്? ആരായത്? പാറടാ പുല്ല്, ആരായത്? ആനിയും ഷേർലിയും. ആനിയും ഷേർലിയും? ആരാത്? ആരാടത്? നിന്റെ അമ്മയുടെ നായര് പറയടാ. ആനിയും ഷേർലി. അത് ആരാന്നാടാ ചോദിച്ചത്? ജോൺ സാബർട്ട് സാറിന്റെ മക്കള്. ലേഡീസ് ആണല്ലോ. സമ്മതിച്ചു. ചെക്ക്, നോ കണ്ടീഷൻ. സാറ് പറയുന്ന വില, സാറ് പറയുന്ന വ്യവസ്ഥ. അല്ല, എന്റെ മക്കള്. അതെ, അതും ചേർത്താ വില. എങ്ങനെ? അതല്ല, മതി, മക്കളോട് ചോദിച്ചിട്ട് മതി. മതി, പക്ഷേ താമസിപ്പിക്കരുത്. വില ഉറപ്പിച്ചോ? അതല്ല, ഈ വീട് വിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടല്ല. വീടെന്താ അവരുടെ പേരിലാണോ? ആണോ? അല്ല, വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി വിൽക്കുവാണെന്ന് അറിഞ്ഞാൽ അവർ വിഷമിക്കും. ചിലപ്പോൾ അവരുടെ പഠിപ്പ് വരെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു വരും. അവരുടെ കോഴ്സ് കഴിയാൻ ഇനി 6 മാസം വേണം. ബ്രദറിന്റെ കാര്യം മനസ്സിലായോ? അതായത് 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുന്നു അല്ലേ? രജിസ്ട്രേഷൻ കച്ചവടമൊക്കെ ഇപ്പം തന്നെ നടത്താം. പക്ഷെ ഞാനിത് വിറ്റൂന്ന് ആരെ അറിയിക്കാതെ നിങ്ങൾ 6 മാസം കൂടി പൊറുക്കണം. ഓ, പൊറുക്കണം, മനസ്സിലായി. പണം തന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് ഈ സാറുമാരുടെ പേരിലായാലും പിന്നെ ഒരു 6 മാസം കൂടി ചേട്ടൻ ഇവിടെ പൊറുക്കണമെന്ന്, ശരിയല്ലേ? എന്ന് പറഞ്ഞ് ഇവർക്ക് പൊറുക്കാൻ പറ്റുമോ? ഇവർക്ക് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാനേ പറ്റില്ല. ചേട്ടാണെങ്കിൽ പൊറുക്കോ? പൊറുക്കോന്ന് പറ. സാറിന്റെ മനസ്സിന്റെ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പൊറുപ്പിക്കാനും മരുന്നുണ്ട്. സാറ് പറ. സാറിന് ഇപ്പോൾ ആവശ്യമായ പണം വേണം, അതിന് വീട് വിൽക്കണം. പക്ഷേ കുട്ടികളത് അറിയാനും പാടില്ല, അതല്ലേ? സാറിന് ഞങ്ങൾ പണം തരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കാതെ രജിസ്ട്രേഷൻ നടത്തിയാലും അത് പുറത്തു പോകും. സാറിന്റെ കുട്ടികൾ അതറിയും, അവർ വിഷമിക്കും. അവർ വിഷമിച്ചാൽ ഞങ്ങളും വിഷമിക്കും. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ വേണ്ട. അല്ല, അത് ഒന്നുമില്ല, ആരും അറിയണ്ട ഒന്നും. പിന്നെ അതുവരെ ഞങ്ങൾ സാറിന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്താ? വാടകയ്ക്ക്. വീടിന്റെ മുകൾ വശം ഒഴിഞ്ഞു കിടക്കയില്ലേ ഇവിടെ? ഏതായാലും സാർ ഇവിടെ ഒറ്റയ്ക്കാം. സാറിന് വയസ്സുകാലത്ത് ഒരു കൂട്ടിന്, പിന്നെ ഒരു 2000 രൂപ വാടകയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും അതിലൊരു വേഷം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. താങ്ക് യു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നോ താങ്ക്സ്. ദൈവമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഐ ലവ് യു. ഐ ഡു. വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ, എന്താ ലവ് സീനാ? ബ്രദർ ഇങ്ങനെ വഴക്കിട്ടിരുന്നാലോ? എന്റെ ബ്രദറെ അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ബ്രദർ ഒന്നും പറയണ്ട. ബ്രദർ ഇത് ഒരു കോയിലേർപ്പാടായി പോയി. എന്തുറപ്പില്ല ബ്രദർ ഉള്ളത് മുഴുവനാക്കി ഇട്ടുകൊടുത്തത്. ബ്രദറെ, അത് അപ്പ ദൈവം തോന്നിപ്പിച്ച ഒരു ബുദ്ധി. സംഗതി ഏറ്റില്ലേ? പിന്നെ ഏറ്റ്, ബ്രദറിന്റെ ബുദ്ധി ഏറ്റ്. ബ്രദർ ഇപ്പൊ അങ്ങേർക്ക് ദൈവമാണല്ലോ, നിങ്ങളുടെ ദൈവം കൊണ്ട് എത്തിച്ചാണെന്നാണല്ലോ അങ്ങനെ പറഞ്ഞത്. ബ്രദറെ, നിങ്ങളെ എന്ന് പറഞ്ഞത് നമ്മുടെ രണ്ടുപേരെ ഉദ്ദേശിച്ചല്ലേ? എന്നിട്ട് ബ്രദറിന്റെ മാത്രമല്ല അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ളൂ. അതാ ബ്രദർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കെട്ടിപ്പിടിച്ച ബ്രദറിനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെയല്ലേ? എന്നിട്ട് ഇന്നലെ രാത്രി വെള്ളം അടിച്ചപ്പോ കണ്ടില്ല? ഒരാൾക്കുള്ളത് കൊണ്ട് അത് ഞാൻ അടിച്ചോട്ടെ ചോദിച്ചോ. ബ്രദർ എന്താ പറഞ്ഞത്? സമം സമം, രണ്ടുപേർക്കും സമം സമം. അയ്യേ, കണ്ടുപിടിക്കുന്ന പോലെയാണോ ഇത്? അത് പറയണ്ട. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, എനിക്ക് ഉറപ്പാ. പിന്നെ ഇനി ബ്രദറിന് സംശയമാണെങ്കിൽ ഞാൻ പോയത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാം. എന്താ ഞാൻ പോയി വാങ്ങിക്കട്ടെ? വേണ്ട, ബ്രദറിന് ഉറപ്പാണെങ്കിൽ വേണ്ട. പക്ഷെ ഉറപ്പാണോ? ഉറപ്പ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറ്റും. ജോൺ സാറിനോട് നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മൾ തുറന്നു പറയും. അദ്ദേഹം സന്തോഷം കൊണ്ട് ഓടിച്ചാടി ചെന്ന് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച വിശാല ഹൃദയരായ നമ്മളെക്കുറിച്ച്
രണ്ട് സുന്ദര കുട്ടപ്പന്മാരായ നമ്മളെ കുറിച്ച്. എന്താ? സുന്ദര കുട്ടപ്പന്മാരായ ഇഷ്ടായില്ലേ? ഓക്കെ. അവരുടെ മനസ്സ് അനുരാഗം കൊണ്ട് ബ്യൂട്ടിഫുൾ ആവുന്നു. അവർ അദ്ദേഹത്തോട് സമ്മതിക്കുന്നു. അത് കേട്ട് വണ്ടറടിച്ച് ജോൺ സാറ് അങ്ങനെ നമ്മളെ കാണാൻ വരും. വരുമല്ലോ ബ്രദറെ? വരും ബ്രദറെ, ഉറപ്പാണോ? ഉറപ്പ്. കമ്മിങ് സൂൺ. ഇവിടെ ഒരു പാട്ട് വേണ്ടായിരുന്നു ബ്രദറെ. ബ്രദറെ, നമുക്ക് ഈ കള്ളുകൂടി അങ്ങ് നിർത്തിയാലോ? അപ്പൊ നമ്മുടെ സ്വഭാവം ചെയ്തായി പോവില്ലേ? കുറച്ചാലോ? ആ, നമ്മുടെ പല ചീത്ത സ്വഭാവങ്ങൾ നിർത്തണം ബ്രദറെ, ഈ അടിയിടിയൊക്കെ. എന്നിട്ട് എന്തെങ്കിലും കൃഷി തുടങ്ങാം. എന്ത് കൃഷി? ജാതി കൃഷിയായാലോ? കുറേ ജാതികളുള്ള ഒരു തോട്ടം. ഏയ്, ജാതി ഒന്നേ പാടുള്ളൂ എന്നാ. എന്നാ വേറെ എന്തെങ്കിലും കൃഷി എന്താ? ശരിയാ, ഒന്ന് രണ്ട് നല്ല കൃഷികൾ ചെയ്യണം. ബ്രദറെ, ആ ജോൺ സാറ് നമ്മൾ ചതിക്കുവോ? ഏയ് ആ കൊച്ചുങ്ങൾക്ക് നമ്മൾ ഇഷ്ടമാതെ വരുമോ? ഏയ്, ഉറപ്പല്ലേ? പിന്നെ എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഈശോയെ, വെറുതെ ഓരോന്ന് ചോദിച്ച് മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. അതെ ബ്രദറെ, ബ്രദറിന്റെ ഉറപ്പ് കിട്ടിയപ്പോഴേ എനിക്ക് സമാനമായത്. ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. ദേ, കാലത്ത് നിന്നിട്ട് എക്സസൈസ് ചെയ്യാനുള്ള കിടന്നുറങ്ങാൻ നോക്കി. അല്ല, എത്ര പെട്ടെന്ന് നേരം വെളുത്ത. ബ്രദറെ, പള്ളിയിൽ 1-ാം മണി അടിച്ച് വാ, വ്യായാമം ചെയ്യാം. എനിക്കും കൂടെ വേണ്ടി ബ്രദർ ചെയ്താൽ മതി. ആ, നാളെ എൻ്റെ ബ്രദർ ചെയ്തോളണം കേട്ടോ. ഈശോയെ, മസിലൊക്കെ പെരുത്തു വരണേ. എൻ്റെ അമ്മയെ മോനം കൂടിയാ എനിക്ക് ബ്രദറിന്. ഏതുണ്ടി എളുപ്പം കാലത്ത്. ഇതുവരെ ഉറങ്ങിയില്ലേ? വിജയാഘോഷമായിരിക്കും അല്ലേ? മനസ്സിലായില്ല. നിങ്ങളാണല്ലേ ജോൺ സാമുവലിന്റെ സ്പോൺസേഴ്സ്? അതെ, നമ്മളാരാ? ഞാൻ ഐസക്, ഇത് ആൽബർട്ട്. കുറച്ച് കുഴപ്പക്കാരാ. ഓഹോ, എന്നാ പിന്നെ കുഴപ്പക്കാരി ചെയ്യില്ലേ? കിടക്കണമായിരുന്നു. ഇവിടെ കിടന്നു, പക്ഷേ ഇനി അവിടെ കയറി കിടക്കാൻ നോക്കരുത്. ആ ജോണിന്റെ വീട്ടിലെ. അല്ല, അങ്ങനെ കേട്ടു. 2 പെങ്കൊച്ചുങ്ങളുള്ള വീടാ അത്. അവരാണെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളതാ. ഇറങ്ങി പോടാ അവിടുന്ന്. നീക്കെന്താ ഭീഷണിപ്പെടുത്ത? ഏയ്, അവന്മാരാണ് ബ്രദറെ. ഏത്? നമ്മുടെ ജോൺ സാറിന്റെ മക്കളെ പൊക്കാൻ നടക്കണ അല്ലേ? മറ്റവൻ പറഞ്ഞ ഗജപോക്കറികള്. പോക്കിത്തരം പറഞ്ഞോണ്ടല്ലോ. ഏയ്, ഇവന്മാരെ നമ്മൾ ഉണ്ടാക്കുന്നു. ഓടാ, പോയിക്കണം ഉറങ്ങും. എന്താടാ? ഞാടെ ബ്രദറിനെ കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയാ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയാ? ഞാൻ ഒറ്റക്ക് മതിയാടാ, വേടാ. സോറി, അത് പേര്? ബ്രദറിന്റെ പേരാ രജനീകാന്ത്. സ്റ്റൈല് കണ്ടില്ലേ? ഓടാപ്പ പോടാപ്പ ഓടാപ്പ. ആളും കുടിച്ച് കണ്ണും കാണാൻ. ബ്രദർ വാ. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ബ്രദറേ, ബ്രദറേ, ഇയാൾക്കിത് എന്ത് പറ്റി? അത് ബ്രദറിന്റെ ഉറക്കം ഇന്നലെ ശരിയായിട്ടില്ല. രാത്രി മുഴുവൻ തിരിഞ്ഞും പറഞ്ഞും കിടക്കുകയായിരുന്നു. കള്ളൂടി കൃത്തിന്റെ. അപ്പോ താൻ അടിക്കുന്നുണ്ടല്ലേ? ഒരു ചേർത്ത്. ഇങ്ങോട്ട് ആസ് എ കോച്ച് ഞാൻ ഒടുക്കത്തെ സ്ട്രിക്റ്റാ. ഹലോ അപ്പ, ഈ ഐസക്കോ ആൽബർട്ടോ എങ്ങനെ സ്ട്രോങ് ആണോ? ഏയ്, പേടിക്കാനൊന്നുമില്ല. ഇല്ലല്ലേ? പക്ഷേ ഹലോ, കോബ്രക്ക് എന്തോ ഒരു വിറയല് പോലെ. എന്ത്? ഒടുക്കം മുങ്ങല്ലേ?
ഉവ്വ പിന്നെ ജലന്ധറിനെ കിടുകിട പറപ്പിച്ച ഡഗ്ലസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ സൈസാ രണ്ടും അവന്മാരടിച്ച് പറപ്പിച്ചവനാ ബ്രദർ, അറിയോ? ബ്രദറ് ഞാനും പിന്നെ ഈ ഡൂഗ്ലീസ്. ഇവന്മാർക്ക് എന്റെ ഇടത്തേക്കൈ മതി, ഇടത്തേക്കൈ. എന്റെ ഇടത്തേക്കൈ തരിക്കുക, അറിയോ? എന്തിനാ ഈ ഇടത്തേക്കായി ഇങ്ങനെ തരിക്കുന്നേ? ഞങ്ങൾ ഇറങ്ങാം. എന്താ ചിരിക്കാൻ? പപ്പ, ഇത് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ആക്കിയതാട്ടോ. അത് പിന്നെ നീ എന്തിനാ ഈ ഇടത് കൈക്ക് ഇത്രയും വലിയ ബലം കൊടുത്തത്? ഇടത് കൈ ഉണ്ടല്ലോ നമ്മള്. എത്തിയോ? ഇവിടെ പഞ്ച്വാലിറ്റി വേണം, പ്രാക്ടീസ് വേണം. താനെന്റെ ആശുപത്രിയും അതിനു മുടക്കിയ കാശും കളഞ്ഞെടുക്കുവോ? ഈ മത്സരം വേണ്ട പപ്പ. അങ്ങനെ നേടുന്ന ആശുപത്രിയും വേണ്ട. ബ്രദറിന്റെ വട്ടായ എന്തൊക്കെയാ ബ്രദർ പറയുന്നത്? അതെ ബ്രദറെ, നമുക്ക് വേണ്ട ഇങ്ങനൊരു മത്സരവും ചെയ്യാം. ഒക്കെ നിർത്തിയതാ. ബ്രദറെ, അപ്പൊ ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് അവരെ വെല്ലുവിളിച്ചതാ, മത്സരം ഉറപ്പിച്ചതാ? അത് ഞാനല്ലല്ലോ, ബ്രദറല്ലല്ലോ. പപ്പ അപ്പോഴത്തെ ആവേശത്തിന് എന്തോ പറഞ്ഞതാ, അത് മറന്നേക്ക്. മറക്കാനോ? എന്താ ഈ പറയുന്നേ? ഇത്രയും കാലത്ത് എന്റെ മുഴുവൻ സമ്പാദ്യമാണ് ഞാൻ ഇതിന് പകരം വെച്ചിരിക്കുന്നത്. അതിന് പകരമായത് പപ്പ ഞങ്ങൾക്ക് എഴുതുന്ന ഈ വീടിന്റെ ആധാര. ഞങ്ങൾക്ക് വേണ്ട ഒന്നും. ഇത് പപ്പയുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ. ബ്രദറെ പറയ്, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റം? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ശരിയെന്ന് തോന്നുന്നത് ഇതാ. ബ്രദർ എന്റെ കൂടെ നിൽക്കണം. ബുദ്ധിമുട്ടാണ് ബ്രദറെ. നമ്മൾ ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്നവരാ. പക്ഷെ ഇന്നവരെ ബ്രദർ പറഞ്ഞിട്ടുള്ളത് മാത്രം അനുസരിച്ചിട്ടുള്ളവനാ ഞാൻ. ഇന്നിപ്പോ ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ബ്രദർ അനുസരിക്കണം. എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ബുദ്ധിമുട്ടാണ്. വേണ്ട ബ്രദർ, തോക്കണ്ട. ആരുടെ മുന്നിൽ തോക്കരുത്, എന്റെ മുന്നിൽ പോലും. പക്ഷെ ഇവിടെ എനിക്ക് ജയിക്കണം ബ്രദറെ. ബ്രദറിനോടല്ല, എന്റെ പെണ്ണിന്റെ മുന്നിൽ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി എന്റെ പെണ്ണിന്റെ മുന്നിൽ. അതിന് ഞാൻ ഈ പോരിൽ മത്സരിച്ചേ തീരൂ ബ്രദറെ. ഇതിലിപ്പോ ഞാൻ ചത്തുപോയാലും അവളുടെ മുന്നിൽ ഞാൻ ജയിക്കും. ആണായിട്ട് തന്നെ മരിക്കും. നിങ്ങളെ രണ്ടാളെയും കുറച്ചു കാലത്തെ പരിചയമുള്ളൂ എനിക്ക്. എന്നാലും ഒന്നെനിക്കറിയാം, നിങ്ങളുടെയൊക്കെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. നിന്റെ ഈ തീരുമാനത്തിന്റെ പിന്നിലും എന്തോ വലിയൊരു നന്മയുണ്ട്. അതെന്താണെന്ന് നീ എന്നോട് പറ. പറയടാ മോനെ. എനിക്കറിയാം ബ്രദർ അത് ചെയ്യും. ബ്രദറിന് താങ്ങാനാവില്ല. നിന്റെ തീരുമാനം ശരിയാ. തനിക്കതേ ചെയ്യാനാവൂ. നിന്റെ സ്ഥാനത്ത് ഞാനാണേലും അതേ ചെയ്യൂ. ആ തീരുമാനത്തോടുള്ള പൂർണ്ണ ബഹുമാനത്തോടു കൂടി തന്നെ പറയുക, എനിക്കിനി ഇതിൽ നിന്ന് പിന്തിരിയാനാവില്ല. തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. ഒന്നും ഓർക്കാതെ ഒന്നും ആലോചിക്കാതെ വിളിച്ചു പറഞ്ഞു പോയി ഞാൻ. പക്ഷേ എനിക്കിനി ആ തെറ്റിനെ മുറുകെ പിടിച്ചേ നിവൃത്തിയുള്ളൂ. എന്റെ സ്ഥാനത്ത് നീയാണേലും ഇതേ ചെയ്യാനാവൂ. ഇനി ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതെന്റെ മരണത്തിന് മാനം കെട്ട മരണം. കളത്തിൽ അവൻ ഒറ്റയ്ക്കായിരിക്കില്ല. ഞാനും ഉണ്ടാവും അവന്റെ കൂടെ. ജയിക്കില്ലെന്ന് ഉറപ്പുണ്ട്. എങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യും മരണം വരെ. പിന്നെ പരിഭ്രമിക്കാൻ നേരമായി കേട്ടോ.
എടാ മോനെ, അന്നേരത്തെ ആവേശത്ത് തട്ടിക്കേറിക്കോളാം ഇടിച്ചോളാന്നൊക്കെ ഞാൻ പറഞ്ഞതാ. മോനെ, അവൻ വരാതിരിക്കോടാ. ബ്രദർ വരും. സമയായി. വരും, എനിക്ക് ഉറപ്പാ. പപ്പ പേടിക്കണ്ട. പേടിയാ എനിക്കാ? അതല്ലടാ മോനെ, കൈയും കാലും വിറച്ചിട്ടേ ഒരു കുളിര് കോരി ഇടുന്നത് പോലെ. മണിയടിച്ചു. Ladies and gentlemen, the main event tonight features a tag team championship match. The winner of this match will be given full control and ownership of the Samuels Hospital. മോനെ, ഇതുവരെ അവനെ കണ്ടില്ലല്ലോ. Introducing first, ഈശോ, the challengers, the Isaac Brothers. നോക്കണം, അവന്മാർ ഇങ്ങോട്ട് നോക്കണം. അതെ, ഇനി അവൻ വരാതിരിക്കോടാ. ഒന്ന് പോടാ. And now introducing the champions. എന്റെ ഈശോ. Accompanied by our favorite champion, John Samuel. ആണ്ട് എന്നെ വിളിച്ചു. അവൻ എത്തിയില്ലോ. വരുവോടാ. ഇനി വരില്ല. പപ്പ റെഡി ആയിക്കോ. സാറിനെ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അണിയുവാനുള്ള ഉടുപ്പാണ്. സാറ് സ്വയം അണിയുന്നോ അതോ ഞങ്ങൾ അണിയിപ്പിക്കണോ? എനിക്കൊന്നും മുള്ളണമായിരുന്നു. The brothers who dance like feathers, the Count of Monte Cristo, the Cobra. Ladies and gentlemen, the Cobras! മൂത്രമൊഴിക്കാൻ പോയതാ. Ladies and gentlemen, here they are now, the Cobras! Ladies and gentlemen, approaching the ring now, the reigning champions, the Cobras! എന്താ ഇത്? ബ്രദർ എന്തേ? വരും. ഇതൊരു സ്റ്റാർട്ടിങ്ങിന് മാത്രം വെറുതെ ഞാൻ ക്ലോസിംഗ് അവര് നോക്കിക്കോളും. പപ്പ വേണ്ട പപ്പ. മോളെന്തിനാ പേടിക്കുന്നേ? പപ്പ ഇപ്പോഴും പഴയതുപോലെ സ്ട്രോങ്ങാ. വാടാ.